الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى كالذي ينفق ماله رئاء الناس ولا يؤمن بالله واليوم الآخر فمثله كمثل صفوان عليه تراب فأصابه وابل فتركه صلدا لا يقدرون على شيء مما كسبوا والله لا يهدي القوم الكافرين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ശരീരത്തിന്റെ ആരോഗ്യം ഏറെക്കുറെ ശ്രദ്ധിക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു രോഗമുണ്ടായി എന്നറിഞ്ഞാൽ അതിൽ വിഷമിക്കുകയും അതിന് വിദഗ്ധമായ ചികിത്സ തേടുകയും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നും പഥ്യവുമെല്ലാം അനിഷ്ടകരമാണ് എങ്കിലും അത് പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ആ രോഗം ഒന്ന് മുക്തമാകാൻ, ആരോഗ്യം തിരിച്ചെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാൾ ഗൗരവമുള്ളതാണ് മനസ്സിന്റെ ആരോഗ്യം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് നന്നായി കഴിഞ്ഞാൽ ബാക്കി എല്ലാം നന്നായി എന്നാണ്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു.
ഒരാളുടെ മനസ്സ്, ഹൃദയം നന്നായി കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിന്റെ എല്ലാം നന്നായി. അത് ചീത്തയായാലോ വൈദ ഫസദത് ഫസദൽ ജസദു കുല്ലു, ബാക്കിയെല്ലാം ബടക്കാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇസ്ലാം ശരീരത്തിന്റെ ആരോഗ്യത്തിനും ശുചിത്വത്തിനും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഹൃദയത്തിന്റെ വിശുദ്ധിക്കും ആരോഗ്യത്തിനും ഇസ്ലാം ശ്രദ്ധ കൽപ്പിക്കുന്നുണ്ട് എന്നതാണ് ഖുർആനിലൂടെ ഹദീസുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്വഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി എന്ന് പറയുന്നത് ഈമാനിന്റെ നേർപകുതിയാണ്. അത് ബാഹ്യമായ ശാരീരിക വസ്ത്ര സ്ഥലത്തിന്റെ ശുദ്ധി മാത്രമല്ല, ആന്തരികമായ മനസ്സിന്റെ ശുദ്ധി കൂടി ഇസ്ലാം ലക്ഷ്യം വെക്കുന്നുണ്ട്. ശരീരം കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും ശുചിത്വവും വെടുപ്പും വൃത്തിയും ഒക്കെ വേണം എന്നതുപോലെ തന്നെ മനസ്സിനുമുണ്ട് അതിൻ്റെതായ കർമ്മങ്ങൾ. പണ്ഡിതന്മാർ വിശദീകരിച്ചത് അഅമാലുൽ ഖുലൂബി ബഹ്റുൻ ലാ സാഹില ലഹ്, കരകാണാ കടല് പോലെ പാരാവാരം കണക്കെ പരന്നു കിടക്കുകയാണ് മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന കർമ്മങ്ങൾ. ശാരീരികമായി തളർന്ന് നമ്മൾ ഹോസ്പിറ്റലുകളിലാണ് എങ്കിൽ പോലും നമ്മുടെ മനസ്സ് ആരോഗ്യമുള്ളതാണെങ്കിൽ നമുക്ക് കുറെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും. മനസ്സുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങൾക്ക് എന്ത് വേണം? മനസ്സിന് വേണം ആരോഗ്യവും ശുചിത്വവും ഒക്കെ. ആ മനസ്സ് അതേ രീതിയിലാകുമ്പോഴാണ് നമ്മുടെ ഒരു നോട്ടം കൊണ്ട്, നമ്മുടെ ഒരു മനസ്സിലെ വിചാരം കൊണ്ട്, ചിന്ത കൊണ്ട് തുല്യതയില്ലാത്ത പദവികളും പുണ്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നത്. മനസ്സിന് ഊർജവും ഉന്മേഷവും പകർന്നു നൽകുന്ന, മനസ്സിനെ മോശമായ കറകളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് സ്ഫുടം ചെയ്ത് നിർത്തുന്ന ഒന്നാണ് അൽ ഇഖ്ലാസ്. അഥവാ ചെറുതും വലുതുമായി നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പടച്ചറബിന് വേണ്ടി ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം അത് ഏറ്റവും പൂർണ്ണതയിൽ നിൽക്കുന്നത്. നമ്മുടെ കർമ്മങ്ങൾ പടച്ചറബ് ഏറ്റവും സുന്ദരമായ രീതിയിൽ കബൂൽ ചെയ്യുന്നതും അവിടെയാണ്. സ്വർഗത്തിന്റെ അവകാശികളായ ആളുകളുടെ വിശേഷണങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ സൂറത്തുൽ ഇൻസാൻ അല്ലെങ്കിൽ സൂറത്തുൽ ദഹർ, ഈ രണ്ടുപേരിലും അറിയപ്പെടുന്ന 76-ാം അധ്യായത്തിലെ 8-9 വചനങ്ങൾ നമ്മൾ മനസ്സിരുത്തി വായിക്കേണ്ട ഒന്നാണ്. അള്ളാഹു പറഞ്ഞു, അവരെ സംബന്ധിച്ച് വയുത്ഇമൂന അത്ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, ബന്ധനസ്ഥരായ പാവപ്പെട്ട അഗതികളായ ആളുകൾക്കൊക്കെ അവർ ഭക്ഷണം കൊടുക്കും, തിന്നാൻ കൊടുക്കും. അലാ ഹുബ്ബിഹി, ആ ഭക്ഷണത്തോട് അവർക്ക് അതിയായ താല്പര്യമുണ്ടായിരിക്കെ. എല്ലാം കഴിഞ്ഞ് വേസ്റ്റ് കൊട്ടയിലേക്ക് തട്ടാൻ പോകുന്നത്, യതീഖാനയിലേക്ക് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചല്ല. ആർത്തിയോടെ തിന്നുവാൻ കൊതിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലും മറ്റുള്ളവന്റെ പട്ടിണിയും പ്രയാസങ്ങളും ഓർത്ത് അതിൽ നിന്ന് പകുത്തു കൊടുക്കുവാൻ തയ്യാറുള്ള ആളുകൾ. അങ്ങനെ തീറ്റിക്കുമ്പോഴും അവർ പറയുന്നത് ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല, പടച്ചറബിന്റെ വജുഹ് ഉദ്ദേശിച്ച് മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് തിന്നാൻ നൽകിയത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, ഞങ്ങളെ കാണുമ്പോൾ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭംഗി വാക്കോ ഒരു നന്ദി വാക്കോ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിന്റെ പ്രീതിയും തൃപ്തിയും ആണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞത് വളരെ ഗൗരവതരമായൊരു സംഗതിയാണ്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരും നമ്മളും തമ്മിൽ പ്രത്യേകിച്ചൊരു കടപ്പാടില്ല എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അള്ളാഹു നമുക്ക് നൽകിയൊരു അവസരം, നന്മ ചെയ്യുവാൻ റബ്ബ് നൽകിയ എനിക്കൊരു ചാൻസ്, അത് ഞാൻ വിനിയോഗിച്ചു എന്നല്ലാതെ അയാൾ എപ്പോഴും എന്നെ സാർ എന്ന് പറഞ്ഞ് ബഹുമാനിച്ച് ആദരിച്ച് എന്റെ മുന്നിൽ ഒന്ന് കൈകൂപ്പി നിന്ന് തലകുനിച്ച് നിൽക്കുന്ന ഒരു ചിന്താഗതി മനസ്സിൽ കടന്നുകൂടിയാൽ ഈ പറഞ്ഞ ഇഖ്ലാസിന് ശക്തമായ പോറലും പരുക്കുമേറ്റിട്ടുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ സലഫുകൾ പറഞ്ഞത് കർമ്മങ്ങളുടെ വലിപ്പവും ആധിക്യവുമല്ല മഹത്തരമാക്കുന്നത് ആ കർമ്മങ്ങൾ, മറിച്ച് ഇഖ്ലാസും നമ്മുടെ മനസ്സിന്റെ നെയ്യത്തുമാണ് ആ കർമ്മങ്ങളെയെല്ലാം ഏറ്റവും ഉത്തമമായ ഉദാത്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, റുബ്ബ അമലിൻ സഗീരിൻ തുഅല്ലിഹു നിയ്യ, എത്രയെത്ര ചെറിയ കർമ്മങ്ങളാണ്, പക്ഷേ ആ കർമ്മങ്ങളെ മഹത്വവൽക്കരിച്ചു, അതിനെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിച്ചു. അന്നിയ്യ, അയാളുടെ മനസ്സിന്റെ താല്പര്യം. അഥവാ ആളുകൾ കാണണമെന്നോ ആളുകളുടെ കയ്യടിയും അംഗീകാരവുമോ ഒന്നും ആഗ്രഹിക്കാതെ
പടച്ച റബ്ബ് എന്നെ ഇഷ്ടപ്പെടണം, റബ്ബ് എനിക്ക് പ്രതിഫലം നൽകണം, അള്ളാഹു എന്നെ അവഗണിക്കരുത്, കൈയൊഴിക്കരുത് എന്ന ആത്മാർത്ഥമായ നെയ്യത്തോടുകൂടി ആരും അംഗീകരിച്ചില്ലെങ്കിലും ആരും പരിഗണിച്ചില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ പരിഗണിക്കണം എന്ന രീതിയിൽ ആത്മാർത്ഥമായി ചെയ്യുന്ന കർമ്മം, ആ മനസ്സിന്റെ കർമ്മം, അതാണ് ചെറിയ കർമ്മങ്ങളെ പോലും മഹത്വവൽക്കരിച്ചത്. എന്നാൽ എത്രയോ വലിയ വലിയ കർമ്മങ്ങൾ, സാമ്പത്തികമായി ചെലവുള്ള, ശാരീരികമായി അത്യധ്വാനമുള്ള കർമ്മങ്ങളെ നിസ്സാരവൽക്കരിച്ചു കളയും അയാളുടെ നെയ്യത്തിനനുസരിച്ച് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ മനസ്സിന്റെ ചെറിയ ഒരു നിലപാടിൽ വരുന്ന മാറ്റം, മനസ്സിന്റെ ചെറിയ ഒരു കർമ്മത്തിലുള്ള വേരിയേഷൻ, അത് കർമ്മങ്ങളെ ഏറ്റവും ഉന്നത പദവിയിലെത്തിക്കും, ഏറ്റവും താഴെ പദവിയിലേക്ക് തള്ളിക്കളയും എന്നുള്ളത് നാം പഠിച്ചറിയേണ്ട സംഗതിയാണ്. അതുകൊണ്ട് ഇമാം സുഫിയാൻ തൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഞാൻ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്തത് എന്റെ നെയ്യത്ത് നന്നാക്കാൻ വേണ്ടിയാണ്. നമസ്കരിക്കാൻ നിൽക്കുമ്പോ വസ്വാസ് കാണിച്ച് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുവാൻ, ആ നെയ്യത്തൊന്ന് വെച്ച് കെട്ടുവാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പൈശാചികമായ പണിയിൽ പെട്ടുപോയ ആളുകളെ സംബന്ധിച്ചല്ല, മറിച്ച് എന്റെ കർമ്മങ്ങളിൽ റിയാ കടന്നു വരാതെ, എന്റെ പ്രവർത്തനങ്ങളിൽ സുംഅത്ത് കടന്നു വരാതെ, റുജുബ് എന്റെ മനസ്സിൽ തോന്നാതെ അള്ളാഹ്ക്ക് മാത്രമായി നിഷ്കളങ്കമായി ചെയ്യുവാൻ ഞാൻ എന്റെ കർമ്മങ്ങളെ മനസ്സിൽ പാകപ്പെടുത്തുന്നതിനോളം സ്ട്രെയിൻ ചെയ്ത് ഞാൻ അത്രമാത്രം അധ്വാനിച്ച വേറൊരു കർമ്മവും ഇല്ല എന്നാണ് ഇമാം സുഫിയാൻ തൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന, നമ്മുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയുന്ന, നശിപ്പിച്ചു കളയുന്ന 3 തരം രോഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇഖ്ലാസോടുകൂടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, തസ്ഫിയത്തുൽ ഖൽബി അൻ മുലാഹദത്തിൽ മഖ്ലൂഖീൻ, സൃഷ്ടികൾ എന്നെ എങ്ങനെ നോക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് അത് പരിഗണിക്കാതെ റബ്ബിന് വേണ്ടി സ്ഫുടം ചെയ്ത മനസ്സുമായി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതാണ് അല്ലാഹു സ്വീകരിക്കുക. ഇഖ്ലാസും നെയ്യത്തുമൊക്കെ നേരെ ചൊവ്വെ നിലനിർത്തുവാൻ കഴിയാതെ വരുമ്പോൾ മനസ്സിനെ ബാധിക്കുന്ന 3 തരം രോഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിയാഉം സുംഅത്തും ഉജുബും. ചില ആളുകൾക്ക് എന്ത് ചെയ്താലും അതൊരു പക്ഷേ അയാൾ രാത്രി വീട്ടിൽ ഒറ്റക്ക് നമസ്കരിച്ച രാത്രി നമസ്കാരമായിരിക്കും, അതല്ലെങ്കിൽ മറ്റൊരാളെ അയാൾ സഹായിച്ചതായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുന്നത്ത് നോമ്പെടുത്തതായിരിക്കും. ഈ കർമ്മങ്ങളൊക്കെ 4 ആളുകളെ കണ്ട് അറിയിക്കാതെ ഉറക്കം വരാത്ത സ്ഥിതി ചില ആളുകൾക്കെങ്കിലും ഉണ്ട്. അതിലൊരു ആനന്ദവും സമാധാനവും കണ്ടെത്തുന്ന അവസ്ഥ. തീർച്ചയായും ആ കർമ്മങ്ങളെ നിഷ്ഫലമാക്കുന്ന, അയാളുടെ മനസ്സിനെ ദുർബലപ്പെടുത്തുന്ന, ക്ഷയിപ്പിച്ചു കളയുന്ന ഒന്നാണ് റിയാ എന്ന് പറഞ്ഞാൽ. അൻ തഅമലൽ അമല ലിയറാക നാസ് ഫയംദഹൂനക, നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മം ആളുകൾ കാണാൻ വേണ്ടി ചെയ്യലാണ് റിയാ എന്ന് പറയുമ്പോൾ. ആളുകൾ കണ്ടിട്ടെന്ത് വേണം? ആ പ്രവൃത്തിയുടെ പേരിൽ നിങ്ങളെ പ്രശംസിക്കണം, പുകഴ്ത്തണം. അങ്ങനെയാണ് എങ്കിൽ അതിന് റിയാ എന്ന് പറയും. സുംഅത്ത് എന്ന് പറഞ്ഞാൽ അൻ തുഖ്ബിറ അന്നാസ ബിഅമലിക സ്വാലിഹ്, നീ ചെയ്ത സൽക്കർമ്മങ്ങൾ അത് ആളുകളോട് നീ പറഞ്ഞ് അയാളെ കേൾപ്പിക്കലാണ്. മറ്റൊന്ന് കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ മറ്റൊന്ന് കേൾപ്പിക്കുവാൻ വേണ്ടി നീ ശ്രദ്ധിക്കുന്നു. 3-ാമത്തേത് വൽ ഉജുബ്. ഉജുബ് എന്ന് പറഞ്ഞാൽ അൻ തറാ അന്നക ബിഅഅമാലിക സ്വാലിഹ ഖൈറും മിൻ ഇഖ്വാനിക, നീ ചെയ്ത ഒരു കർമ്മം അത് കണ്ടിട്ട് നിനക്ക് തന്നെ തോന്നാണ് നീ ആ കർമ്മത്തിലൂടെ മറ്റാളുകളെക്കാളൊക്കെ കൊള്ളാവുന്ന മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. ആ ആളുകളൊന്നും ചെയ്യാത്ത സൽക്കർമ്മങ്ങൾ നീ ചെയ്തിട്ടുണ്ട്, അതിൽ അവർക്കൊന്നും കിട്ടാത്ത പവിത്രതയും പദവിയും നിനക്ക് കൈവന്നിട്ടുണ്ട് എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അതിനാണ് ഉജ്ബ് എന്ന് പറയാം. അപ്പോൾ ചെയ്ത കർമ്മങ്ങളെ സംബന്ധിച്ച് പടച്ചറബ് സ്വീകരിക്കുമോ എന്ന ഭയപ്പാട് അയാൾക്കുണ്ടാവുകയില്ല. ഞാനല്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടുത്തെ നന്മയുടെ ആള് എന്ന ഒരു അഹംബോധവും അഹങ്കാരവും ഒക്കെയായിരിക്കും അയാളുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഈ 3 സംഗതിയും നല്ല സ്വഭാവങ്ങളല്ല.
നമുക്കും നമ്മുടെ റബ്ബിനുമിടയിൽ സ്വകാര്യമായി പറയാൻ ചില നന്മകൾ നമ്മൾ കരുതി വെക്കണം. ആരും കാണാത്ത, ആരും അറിയാത്ത, റബ്ബ് മാത്രം അറിയുന്ന, പടച്ച റബ്ബിനോട് മാത്രം കടപ്പാടുള്ള കർമ്മങ്ങൾ. സലഫുസ്സാലിഹീങ്ങളെ സംബന്ധിച്ച് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം ശ്രദ്ധേയമാണ്. ധാരാളക്കണക്കിന് സ്വഹാബത്തിനെ നേരിൽ കാണുവാനും അവരോടൊത്ത് സഹവസിക്കുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ച മഹാനായ പണ്ഡിതനാണ് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നു, ഇൻ കാന അർ-റജുലു ലഖദ് ജമഅൽ ഖുർആന വമാ യശ്ഉറു ബിഹി നാസ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ചില ആളുകൾ അവർ ഖുർആൻ മൊത്തം കാണാതെ പഠിച്ചിട്ടുണ്ടാകും. അതവർ രാത്രികാലങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടാകും. പക്ഷേ വമാ യശ്ഉറു ബിഹി നാസ്, ഒരാളും അത് കേൾക്കുകയോ അറിയുകയോ ചെയ്യാത്ത വിധത്തിൽ, ആരെയും അറിയിക്കാതെ, ആരെയും കാണിക്കാതെ റബ്ബിന്റെ മുന്നിൽ മാത്രം സമർപ്പിക്കുന്ന നിഷ്കളങ്കമായ, നിഷ്കപടമായ കർമ്മങ്ങൾ. വഇൻ കാന അർ-റജുലു ലഖദ് ഫഖിഹൽ ഫിഖ്ഹൽ കസീർ. അതേപോലെ വേറെ ചില ആളുകൾ ധാരാളം അറിവ് അവർ സായത്തമാക്കിയിട്ടുണ്ടാകും. വമാ യശ്ഉറു ബിഹി നാസ്, അയാൾ അത്രമാത്രം പാണ്ഡിത്യമുള്ള ആളാണ് എന്ന് ഒരാളും അവരെ സംബന്ധിച്ച് പറയുന്നില്ല. ആരുടെയും മുമ്പിൽ തന്റെ അറിവിന്റെ വലിപ്പം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അയാൾ ഒന്നും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്രകാരം തന്നെ വഇൻ കാന അർ-റജുലു ലയുസല്ലി സ്വലാത്ത ത്വവീല ഫീ ബൈതിഹി, തന്റെ വീട്ടിൽ രാത്രികാലങ്ങളിൽ ദീർഘമായി നിന്ന് അയാൾ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടാകും. വഇൻദഹു സുവാർ, അയാളുടെ വീട്ടിൽ പല ആളുകളും ഗസ്റ്റുകളായി താമസിക്കുന്നുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്, അയാളുടെ അതിഥികളായി, സന്ദർശകരായി. പക്ഷേ വമാ യശ്ഉറൂന ബിഹി, അവരറിയുന്നില്ല ഇയാൾ ഇത്രമാത്രം നമസ്കരിച്ചിട്ടുണ്ട്, ഇത്രമാത്രം ഓതിയിട്ടുണ്ട് എന്ന്. കൂടെയുള്ള രാത്രി താമസിക്കുന്ന ആളുകൾ പോലും അറിയാത്ത വിധത്തിൽ റബ്ബിന് മാത്രമായി സമർപ്പിക്കുന്ന കർമ്മങ്ങൾ സലഫുകളുടെ പ്രത്യേകതയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലഖദ് അദ്റക്നാ അഖ്വാമൻ മാ കാന അലൽ അർളി മിൻ അമലിൻ യഖ്ദിറൂന അൻ യഅമലൂഹു ഫിസ്സിർ. സ്വഹാബത്തിന്റെ പ്രത്യേകത, അവർക്ക് രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തി ഒരിക്കലും അവർ ഫയകൂനു അലാനിയതൻ അബദ, പരസ്യപ്പെടുത്തി ചെയ്യുവാൻ അവർ ശ്രദ്ധിക്കാറില്ല, മെനക്കെടാറില്ല. ഒറ്റക്ക് ആരും അറിയാതെ അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെയാണ് അവർ ചെയ്തിരുന്നത്. അതല്ലാതെ ആരെയെങ്കിലും കാണിക്കുവാനോ ആരുടെയെങ്കിലും ശ്രദ്ധ പിടിച്ചു പറ്റുവാനോ വേണ്ടി അവർ ഒരു കർമ്മവും ചെയ്യുമായിരുന്നില്ല എന്നാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ കേട്ട് മനസ്സിലാക്കി അവർ ഭയപ്പെട്ടിരുന്നു. റിയായിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് അശ്ശിർകുൽ ഖഫീ, ഗോപ്യമായ രീതിയിൽ, മറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ശിർക്കാണ് എന്നാണ്. അഥവാ പരസ്യമായി ഒരാൾ ശിർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദിൽ കിടന്ന് അവരുടെ മുമ്പിൽ സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് നേർച്ചകളും വഴിപാടുകളും ആരാധനകളും സമർപ്പിക്കുമ്പോൾ ഇയാൾ അങ്ങനെയൊന്നുമല്ല, പടച്ചവന്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും ഖിബലക്ക് നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇയാളും അങ്ങനെ തന്നെയാണ്. പക്ഷേ യഖൂമുർ റജുലു ഫയുസല്ലി ഫയുസയ്യിനു സ്വലാത്തഹു ലിമാ യറാ മിൻ നളരി റജുലിൻ. നമസ്കരിക്കാൻ നിൽക്കാൻ കൈകെട്ടിയിട്ടുണ്ട്, ഖിബലക്ക് നേരെ തന്നെയാണ് തിരിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഫയുസയ്യിനു സ്വലാത്തഹു, അയാൾ നമസ്കാരത്തിന് ഭംഗി കൂട്ടും. അയാളുടെ നമസ്കാരം കണ്ടാൽ ഭക്തി നിർഭരമായ നമസ്കാരമായി നോക്കി നിൽക്കുന്ന ആളുകൾക്ക് തോന്നും. പക്ഷേ പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയോ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയോ ഒന്നുമല്ല അയാളെ ഭക്തിയോടുകൂടി നമസ്കരിക്കാൻ, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അയാളെ പ്രേരിപ്പിക്കുന്നത്. മറിച്ച് ലിമാ യറാ മിൻ നളരി റജുലിൻ, വേറെ ചില ആളുകൾ അയാളെ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിനാൽ അവർ അങ്ങനെ ഭക്തിയോടുകൂടി നമസ്കരിച്ച് നമസ്കാരത്തെ ഭംഗിയാക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നത്, ആ സ്വഭാവം മുനാഫിക്കുകളുടെയും കാഫിരീങ്ങളുടെയും സ്വഭാവമാണ് എന്ന്. കപടവിശ്വാസികളുടെയും പടച്ച റബ്ബിലും പരലോകത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത ആളുകളുടെ സ്വഭാവമാണ് എന്നാണ്. ഞാൻ തുടക്കത്തിൽ നിങ്ങളെ ഓതി കേൾപ്പിച്ച സൂറത്തുൽ ബഖറയിലെ 264-ാമത്തെ ആയത്ത് അള്ളാഹു അത്തരം ആളുകളുടെ നിന്ദ്യമായ പര്യവസാനത്തെ സംബന്ധിച്ച് അവിടെ വിശദീകരിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഈമാനുള്ള ആളുകളെ, ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ കൊടുത്ത ചെറുതും വലുതുമായ ഒരു സ്വദഖയും
നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, ദുർബലമാക്കി കളയരുത്. ബിൽ മന്നി വൽ അദാ, അത് എടുത്തു പറഞ്ഞുകൊണ്ടും മറ്റുള്ളവരെ ശല്യം ചെയ്തുകൊണ്ടും അത് വാങ്ങിച്ച ആൾക്ക് വാങ്ങിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിൽ അയാളുടെ അപമാനത്തിനും അന്തസ്സിനും ഒക്കെ പോറലേൽപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ അങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് കൊടുത്ത ആ ദാനധർമ്മങ്ങളെ ബാത്തിലാക്കി കളയരുത്. കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ്, ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി സ്വന്തം സമ്പത്ത് അധ്വാനിച്ചുണ്ടാക്കിയ ധനം ചെലവഴിച്ചവനെ പോലെ. വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും അയാൾക്ക് വേണ്ട പോലെ വിശ്വാസമില്ല. അയാൾ കൊടുത്തു, ചെലവഴിച്ചു, ശരിയാണ്. പക്ഷെ പടച്ച റബ്ബ് എന്നിൽ നിന്ന് സ്വീകരിക്കണം, എനിക്കവിടെ അതിന്റെ പ്രതിഫലം കിട്ടണം എന്നുള്ള ചിന്തയോ ആഗ്രഹമോ നെയ്യത്തോ ഒന്നുമല്ല അയാൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ കൊടുത്തത് പോയില്ലേ. ഇനി പല ആളുകളുടെയും അടുക്കൽ അതിന്റെ പേരും ക്രെഡിറ്റും അംഗീകാരവും ഒക്കെ കിട്ടണം. അതിനുവേണ്ടി പറഞ്ഞ് മറ്റുള്ളവരുടെ വേദനയും സങ്കടവും മാനസികമായ അവസ്ഥയും ഒന്നും പരിഗണിക്കാതെ എടുത്തു പറഞ്ഞ് ശല്യം ചെയ്യുന്ന ആളുകൾ. ഖുർആൻ എന്നിട്ട് അതിന് നല്ലൊരു ഉപമ നൽകുകയാണ്. ഫമസലുഹു കമസലി സഫ്വാൻ, അയാളെ സംബന്ധിച്ചിടത്തോളം പറയുവാൻ പറ്റിയ ഉപമ ഒരു നല്ല പാറ, ഒരു പർവ്വത സമാനമായി ഉയർന്നു നിൽക്കുന്ന പാറക്കല്ല്. സഫ്വാൻ, അത് വളരെ മിനുസമുള്ളതാണ്, വട്ടക്കുന്നാണ്. അലൈഹി തുറാബ്, ആ പാറയുടെ മേൽ കുറെ മണ്ണ് കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ മലയിൽ, ആ പാറയുടെ മേൽ ഫഅസ്വാബഹു വാബിലുൻ ഫതറകഹു സ്വൽദ, ശക്തമായ ഒരു പേമാരി, ഒരു മഴ ചൊരിഞ്ഞപ്പോൾ ആ പാറയുടെ മുകളിലുണ്ടായിരുന്ന പിടുത്തമില്ലാത്ത ഉറപ്പില്ലാത്ത മൺതരികളെല്ലാം ഒലിച്ചിറങ്ങിപ്പോയതുപോലെ, അങ്ങനെ ഒരു മൊട്ടക്കുന്നായി അതിനെ അവശേഷിപ്പിച്ചതുപോലെ, ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു, അവർ സമ്പാദിച്ച, അവർ പ്രയത്നിച്ച ഒന്നും അത് സേഫാക്കി സുരക്ഷിതമാക്കി പരലോകത്ത് ഉപകരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നില്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, അത്തരം അവിശ്വാസികളെ, നന്ദികെട്ട ആളുകളെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞത്. പരലോകത്ത് അവർ ചെന്നാലോ, അവരുടെ സമ്പത്ത് ചെലവഴിച്ചു, അവരുടെ ഊർജം ചെലവഴിച്ചു, എല്ലാം ശരിയാണ്. പക്ഷേ അവർക്ക് അള്ളാഹു പ്രതിഫലം നൽകാതെ ആട്ടിയകറ്റുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിചാരണക്ക് വേണ്ടി മഹ്ശറയിൽ നിൽക്കുമ്പോൾ കാരുണ്യവാനായ റബ്ബ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവരോട് പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാഅ. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ ഇബാദത്തുകൾ ചെയ്തത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ സേവനങ്ങളും സദഖകളും ദാനധർമ്മങ്ങളും ഒക്കെ കൊടുത്തത്? എന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചിട്ടല്ലല്ലോ. അതുകൊണ്ട് ഇദ്ഹബൂ, നിങ്ങൾ പോയി നോക്കുക, ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് ആരെയെല്ലാം കാണിക്കുവാൻ വേണ്ടിയാണോ നിങ്ങൾ പ്രവർത്തിച്ചത്, അവരുടെ അടുക്കൽ പോയി നോക്കൂ. ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാഅ, നിങ്ങൾക്ക് വല്ല പ്രതിഫലവും കിട്ടുമോ എന്ന് അവിടെ പോയി അന്വേഷിക്കൂ എന്ന് പറഞ്ഞ് വഷളാക്കി നിന്ദിച്ച് പടച്ചറബ് കൈയൊഴിച്ച് ആട്ടിയകറ്റുന്ന, പരലോകത്ത് ഒരു സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലമെങ്കിലും കിട്ടുവാൻ വേണ്ടി കോടിക്കണക്കിന് മനുഷ്യന്മാർ കൊതിക്കുന്ന രംഗത്ത് നാം ചെയ്ത കർമ്മങ്ങൾ നിഷ്ഫലമായി, അപഹാസ്യരായി, നിന്ദരായി പോകുന്നൊരവസ്ഥ വരാതിരിക്കാൻ നമ്മുടെ മനസ്സിൽ ഇഖ്ലാസ് നിറച്ച പ്രവർത്തനങ്ങളായിരിക്കണം. ആരുടെയും പേരും പ്രശസ്തിയും അംഗീകാരവും കയ്യടിയും ഒന്നും ആഗ്രഹിക്കാതെ റബ്ബിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, അത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, നമുക്ക് റബ്ബിന്റെ അടുക്കൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുവാൻ സാധിക്കും. സർവശക്തനായ അള്ളാഹു നമ്മുടെ കർമ്മങ്ങളിലെല്ലാം ഇഖ്ലാസും സത്യസന്ധതയും നൽകി, വാക്കിലും പ്രവർത്തനങ്ങളിലും ഇഖ്ലാസും സിദ്ഖും നിലനിർത്തി അള്ളാഹു നമ്മെ എല്ലാവരെയും ആദരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, ഒരു മനുഷ്യന്റെ മനസ്സിൽ ധനത്തോടും പ്രശസ്തിയോടുമുള്ള പ്രേമം, താല്പര്യം കടന്നുകൂടി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അയാളുടെ ദീനിനെ ഏൽപ്പിക്കുന്ന ആ ചിന്തയുടെ പരുക്ക് ചില്ലറയല്ല എന്ന്. വിശന്നു വലഞ്ഞ രണ്ട് ചെന്നായ്ക്കളെ ഒരു ആട്ടിൻ പറ്റത്തിലേക്ക് പറഞ്ഞയച്ചാൽ അവയുണ്ടാക്കുന്ന ഫസാദ്, കുഴപ്പങ്ങൾ എത്രയായിരിക്കുമോ അതിനേക്കാൾ ഗുരുതരമായ പാതകങ്ങളും പരുക്കുകളും ഉണ്ടാക്കും. മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫ് ലിദീനിഹി. അയാളുടെ ദീനിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിനോടുള്ള താല്പര്യം, പ്രശസ്തിയോടുള്ള വല്ലാത്ത താല്പര്യം മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഈ ചെന്നായ്ക്കൾ ആട്ടിൻകൂട്ടത്തിൽ ഉണ്ടാക്കുന്ന പരിക്കുകളെക്കാൾ വലിയ പരിക്കുകളായിരിക്കും അയാളുടെ ദീനിന് അതുണ്ടാക്കുക എന്ന്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ സൂക്ഷിക്കേണ്ട, നമ്മുടെ സ്വകാര്യതയിൽ മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോ അതിന്റെ മറ്റൊരു വശം, നമ്മൾ ചെയ്തതിന്റെ കാര്യത്തിൽ പോലും ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെങ്കിൽ വേറെ ആളുകൾ ചെയ്തത് സ്വന്തം അക്കൗണ്ടിലേക്ക് വരവ് വെച്ച് അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്തായിരിക്കും? എത്രമാത്രം നിന്ദ്യവും മോശവുമായ സംഗതിയാണ്. അഥവാ നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ ഞാൻ ചെന്ന് മറ്റുള്ളവരുടെ അടുക്കൽ എന്റേതായി അവതരിപ്പിച്ച് അതിന് കിട്ടാവുന്ന ആനുകൂല്യങ്ങളും പ്രശംസകളും ഭംഗിവാക്കുകളും ഒക്കെ ഞാൻ സ്വീകരിച്ച് നിങ്ങൾ വിസ്മരിക്കപ്പെടുന്ന ഒരവസ്ഥ, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകമായി നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സൂറത്ത് ആൽ ഇംറാനിലെ 188-ാമത്തെ ആയത്ത്, വലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അതൗ വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫ്അലു. ചെയ്ത കർമ്മങ്ങളെ സംബന്ധിച്ച് ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ആളുകൾ, അതോടൊപ്പം വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫ്അലു, അവർ ചെയ്തിട്ടില്ലാത്തതിനെ സംബന്ധിച്ച് പ്രശംസിച്ചു പറയാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരൊരിക്കലും കരുതേണ്ടതില്ല ഫലാ തഹ്സബന്നഹും ബിമഫാസത്തിൻ, അവർ വിജയിച്ചു രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ടതില്ല. മിനൽ അദാബ്, പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് അവർ കഴിച്ചിലായി രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ടതില്ല. വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ പടച്ചറബ് അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ സ്വന്തം കർമ്മങ്ങൾ പോലും റിയാ വരാതെ മറ്റുള്ളവരുടെ ഭംഗിവാക്കും അംഗീകാരവും പ്രശംസയും ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഇസ്ലാമിൽ മറ്റുള്ള ആളുകൾ ചെയ്ത കർമ്മങ്ങളുടെ പേരിൽ ആനുകൂല്യം എടുക്കുക, അതിന്റെ ക്രെഡിറ്റ്, അതിന്റെ അംഗീകാരം പിടിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് അതിലേറെ ഗുരുതരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ ദുനിയാവിൽ കുറഞ്ഞ ആയുസേ ഉള്ളൂ, കുറച്ച് കർമ്മങ്ങളെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. നമ്മളുടെ കർമ്മങ്ങളുടെ വലിപ്പം എത്ര തന്നെയാണ് എങ്കിലും പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ പടച്ചറബിനോടുള്ള ഹക്കുമായി തട്ടിച്ചു നോക്കിയാൽ റബ്ബ് ഒരു ദിവസം നമുക്ക് ശ്വസിക്കുവാൻ നൽകിയ വായുവിന്റെ വിലയാകാൻ പോകുന്നതല്ല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. നാം ശ്വസിക്കുന്നതും കുടിക്കുന്നതും തിന്നുന്നതും അതേപോലെ നടക്കുന്നതും ഈ ദുനിയാവിലെല്ലാം ആസ്വദിക്കുന്നത് വമാ മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു നിഅമത്തും ഏതൊരു സുഖവും ആസ്വാദനവും പടച്ചറബ് ഔദാര്യമായി നൽകിയതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ നിസ്സാരത നമ്മൾ മനസ്സിലാക്കി അത് പരുക്കുകളില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ റബ്ബിന്റെ അടുക്കിലേക്ക് സമർപ്പിക്കുവാനുള്ള മനസ്സ് ശരിയാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. നമുക്ക് മുന്നേ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ചറബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين
اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة مع الأبرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.